കുട്ടികൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന റണ്ണിങ് എ ബി സി എക്സസൈസാണ്. ഈ റണ്ണിങ് എ ബി സി എക്സസൈസിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ അത്ലറ്റ്സിന് എപ്പോഴും കൊടുക്കേണ്ട ഒരു വർക്കൗട്ടാണ്. അതിന് ഫിസിക്കൽ ബെനിഫിറ്റ്സ് ആയിട്ടുണ്ട്, നമുക്ക് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിന് പോലെ തന്നെ ഇഞ്ചുറി പ്രിവെൻഷൻ റീഹാബിലിറ്റേഷൻ ബെനിഫിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ലോങ് ടൈം ബെനിഫിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫിസിക്കൽ ബെനിഫിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു 10 കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് അത് ഇമ്പ്രൂവ് ആവുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് സ്പീഡ് ആൻഡ് എജിലിറ്റി, നമ്മുടെ എജിലിറ്റിയും സ്പീഡും ഇമ്പ്രൂവ് ആവും. എൻഹാൻസ്ഡ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ, ശരീരത്തിൻ്റെ ബാലൻസും കോർഡിനേഷനും ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ലെഗ് ഉള്ളവർക്ക് അവരുടെ ലെഗ്സ് എല്ലാം സ്ട്രോങ് ആവുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോർ സ്ട്രെങ്തനിങ് ബെറ്റർ ആവുന്നത് കാണാൻ സാധിക്കും. അതുപോലെ എന്താ പറയുക, ഈ ഫ്ലെക്സിബിലിറ്റി, ബെറ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ഡെവലപ്പ് ആവുന്നത് കാണാൻ സാധിക്കും. ഇമ്പ്രൂവ്ഡ് ഓവറോൾ അവരുടെ അത്ലറ്റിക് പോസ്റ്റർ, അവരുടെ ആ ഒരു ഓവറോൾ അത്ലറ്റിക് ഫിഗർ ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആൻഡ് മാനേജ്മെൻറ്റ്, അവരുടെ വെയ്റ്റ് കുറയുന്നത് കാണാൻ സാധിക്കും വേണമെന്നുള്ളവർക്ക്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അത് മാനേജബിൾ ആവുന്നത് കാണാൻ സാധിക്കും. മസിൽ എൻഡ്യൂറൻസ് ഡെവലപ്പ് ആകും. ഇമ്പ്രൂവ്ഡ് ബോൺ ഡെൻസിറ്റി ഉണ്ടാകും. നമ്മുടെ കുട്ടികളുടെ ബോൺ ഡെൻസിറ്റി എല്ലാം വർദ്ധിക്കാൻ സാധിക്കും. ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാവാനും ഈ പറയുന്ന റണ്ണിങ് എ ബി സി എന്ന് പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യും. അത് ഒരു ഫിസിക്കൽ ബെനിഫിറ്റ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇതെല്ലാം റെഡ്യൂസ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൂഡ് ഡിപ്രഷൻ ആകാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കുട്ടികൾ ആക്റ്റീവായിരിക്കുമ്പോൾ തന്നെ അവരുടെ അത്ലറ്റിക് പെർഫോമൻസ് ഡെവലപ്പ് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് അത് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇൻക്രീസ്ഡ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ് ലെവൽ, ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്നത്, അത് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവരുടെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ കോർഡിനേഷൻ എജിലിറ്റിയും ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി, അതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് അതെല്ലാം ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വാളിറ്റീസ് കുട്ടികളിൽ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് ഈ റണ്ണിങ് എ ബി സി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ വെൽ മോട്ടിവേറ്റഡ് ആയിരിക്കും അവർ ചെയ്യുന്ന ഓരോ ദിവസവും ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാനും അത് ഡിസിപ്ലിനായിട്ട് ചെയ്യാനും ഉള്ളൊരു ക്വാളിറ്റി ഡെവലപ്പ് ആവും. നല്ല വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല സ്ലീപ്പ് ക്വാളിറ്റി, എന്താ പറയുക, ഇത്രയും നല്ല ഹെവി വർക്കൗട്ടെല്ലാം ചെയ്തതിന് ശേഷം നല്ല സുഖമായിട്ട് കുട്ടികൾ കിടന്നുറങ്ങിക്കോളും എന്നുള്ളൊരു സ്ലീപ്പ് ക്വാളിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെൻ്റലി ആൻഡ് ഇമോഷണലി വെൽ ബീയിങ് ആയിരിക്കും അവരുടെ ആ ഒരു ജെൻറ്റിൽമാൻ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ അവരുടെ പിന്നെ ഡെവലപ്മെൻറ്റ്സിനെ അവർ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടി വരാനും സാധിക്കുന്നുണ്ടാകും. അതുപോലെ നമ്മുടെ ഇവരുടെ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസ് ഇതുവഴി ഡെവലപ്പ് ആവുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റണ്ണിങ് എഫിഷ്യൻസി, അതുപോലെ തന്നെ അവരുടെ എൻഡ്യൂറൻസ്, ഇത് രണ്ടും കൂടുന്നതിന് റണ്ണിങ് എ ബി സി ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്പീഡ്, എജിലിറ്റി രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിന്, സ്പീഡും എജിലിറ്റി രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ റണ്ണിങ് എ ബി സി അവരുടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും റണ്ണിങ് എ ബി സി ഒക്കെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താതെ അവോയ്ഡ് ചെയ്യുന്നൊരു ടെൻഡൻസി പലർക്കും ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന പ്രോഗ്രാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവരുടെ ഓവറോൾ അത്ലറ്റിക് പെർഫോമൻസ് ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ബാലൻസും കോർഡിനേഷനും ഇല്ലാതെ ഒരു അത്ലറ്റിന് ഒരിക്കലും പെർഫോം ചെയ്യാൻ സാധിക്കില്ല. എക്സ്പെഷ്യലി എന്താ പറയുക, ടെക്നിക്കൽ ഈവൻറ്റ്സ് എല്ലാം അത് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരുടെ ബാലൻസും അവരുടെ കോർഡിനേഷനും എൻഹാൻസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അവരുടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ടൈം മാനേജ്മെൻറ്റ്, അത് രണ്ടും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഈ കുട്ടികളിൽ അനലൈസ് ചെയ്യാൻ സാധിക്കും. അവരുടെ എനർജി ലെവൽ, അതുപോലെ തന്നെ അവരുടെ മസിൽ ഫെറ്റീഗ്, ഇത് രണ്ടും റിഡ്യൂസ് ചെയ്യുന്നതായിട്ട്, അത് ഇൻക്രീസ് ചെയ്യുന്ന എനർജി ലെവലും റിഡ്യൂസ് ചെയ്യുന്നത് ഫെറ്റീഗുമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ക്ഷീണം ഇല്ലാതെ എനർജറ്റിക്കായിട്ട് അവർ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റമായിരിക്കില്ല. വളരെയധികം ദിവസം ഡിസിപ്ലിനായിട്ട് പ്രോപ്പറായിട്ട്
അവർ ഹാൻഡിൽ ചെയ്താലുണ്ടാകുന്ന അല്ലെങ്കിൽ ചെയ്താലുണ്ടാകുന്ന ഒരു മാറ്റമായിരിക്കും. അതുപോലെ തന്നെ ഒരു ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകും. അത് എന്താ പറയുക, അവരുടെ ലൈഫും അവരുടെ അത്ലറ്റിക് പെർഫോമൻസും തമ്മിൽ നല്ലൊരു ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നൊരവസ്ഥ ഇതിനകത്ത് ഇവരുടെ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഗോൾ സെറ്റിംഗ് ആൻഡ് അച്ചീവ്മെൻറ്റ് സ്കില്ല്, ഇതില്ലാതെ ഒരിക്കലും ഒരു അത്ലറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മോട്ടിവേഷൻ ആൻഡ് അവരുടെ സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഡ്രൈവ്, ഇത് രണ്ടും അവരിലുണ്ടാവും. മോട്ടിവേറ്റഡ് ആയിരിക്കും അവർ, സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഡ്രൈവും കൂടുതലായിരിക്കും. അതുപോലെ